അമ്മ അയ്യോ അമ്മ 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 ഓടി വാങ്ക പാമ്പ് അമ്മ എന്താ എന്താ അമ്മ അമ്മ പാമ്പ് പാമ്പ് പാമ്പാ എവിടെ ഉന്നോട് റൂമില് അങ്ങ എന്റെ റൂമിലാ ഒന്ന് പോയച്ചി ഞാൻ ഇപ്പം കൂടെ അവിടെ നിന്ന് ഇറങ്ങി വന്നല്ലേ ഉള്ളൂ പാമ്പ് ഇருக்கு ഗൗരി പാമ്പ് കറുപ്പ് കളറില് കറുത്തതോ എന്നാ കരിമൂക്കൻ തന്നെ മൂക്കനാ കരിമൂർക്കൻ നേരത്തെ പറഞ്ഞ പിറുണ്ടായില്ല ആ അതെന്തായാലും തെറ്റിപ്പോയതാ അത് മൂർക്കനൊന്നും ആയിരിക്കില്ല വല്ല ചേരയായിരിക്കും ഓ കൊച്ചേ ചേരയൊന്നും അല്ല തണുപ്പ് പറ്റി കയറി ഇരിക്കുന്നതായിരിക്കും വിഷപ്പാമ്പും ആയിരിക്കുന്നേ വല്ല ചുരുട്ടായിരിക്കും ചുരുട്ട ആയിരിക്കും എന്നാ എന്താ ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നേ ചുരുട്ട പാമ്പാ അല്ലാതെ വണ്ണിരയൊന്നും അല്ല ആന്റി ആ പാമ്പിന് എന്തോരം നീളം ഉണ്ടായിരുന്നു அது வந்து ஒரு 10-12 அடி நீளம் இருக்கும் 10-12 அடி நீளோ அதோட வால் வந்து இவ்வளோ பெருசா இருந்தது വല്ല രാജവെമ്പാലയാണോ ஆமா கௌரி ராஜவெம்பாலன்னு நினைக்கிறேனா അമ്മ ഒന്ന് പോയി നോക്കമ്മ ആ പോയി നോക്ക് அம்மா போய் பாருங்க அம்மா ചെന്ന് നോക്കാം അമ്മ പോയി നോക്കാം അമ്മ അല്ല നിങ്ങളാരും വരുന്നില്ലയോ അമ്മമ്മ പോയി നോക്കിയിട്ട് വാ ഓ ഞാൻ പ്രായമായതല്ലയോ ഞാൻ കൊത്തുകൊണ്ട് ചത്തോട്ടുന്നില്ലയോ അങ്ങനെയല്ല വന്നത് രാജവെമ്പാലയാണല്ലോ അമ്മൂമ്മല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയാറ് അമ്മൂമ്മ രാജകുടുംബത്തിലാന്ന് ഞങ്ങളും പാമ്പ് തമ്മിൽ സെറ്റ് ആവൂല നിങ്ങളാവുമ്പോഴത്തേക്കും സെറ്റ് ആവുമല്ലോ அது போகாம நீங்க தானே படவலத்துல நிறைய பாம்பெல்லாம் கூட பழகி இருக்கீங்கன்னு சொல்லியிருக்கீங்க ആണല്ലേ പടവലത്തെ പാമ്പുമായിട്ടേ എനിക്ക് നല്ല പരിചയമാ ഈ പാമ്പുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ലല്ലോ പടവലത്തെ പാമ്പിന്റെ കൂടെ ഞാൻ കിടന്ന് ഉറങ്ങുന്നേ പോയി നോക്കാൻ പറ്റി നിന്റെ മുറിയിലല്ലേ കണ്ടത് നീ പോയി നോക്ക് അത് തന്നെ അമ്മായിക്ക് നല്ല ധൈര്യമാ അമ്മായി പോയി നോക്ക് അതെ എനിക്ക് ധൈര്യമുള്ള കാര്യം പാമ്പിനറിയത്തില്ലല്ലോ அப்போ இங்க இருந்து யாரும் போக மாட்டீங்க அப்படின்னா நம்மளுக்கு பாசியானாவை கூப்பிடலாமா ഗുഡ് ഐഡിയ ആ ഇവിടെ കണ്ട പാമ്പിനെക്കാട്ടിലും വലിയ പാമ്പാ അത് എന്നാലും കുഴപ്പമില്ല നീ ഒന്ന് വിളിക്ക് അതെ ശരിക്കും രാജവെമ്പാലാണ് நிஜமா கௌரி ராச வெம்பாலதான் ഇത്രയും സമയം ഞാൻ അതിൻ്റെ അകത്തായിരുന്നില്ലേ അയ്യോ ഞാൻ വിളിക്കട്ടെ ആ വിളിക്ക് ഹലോ ബാസിയങ്ങളെ സുഖാണോ അങ്കിള് വീട്ടിലുണ്ടോ എങ്കിലേ ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ അല്ല ഇവിടെ ഗൗരിയമ്മയുടെ മുറിയിലേ ഒരു കുഞ്ഞ് പാമ്പിനെ കണ്ട് അപ്പൊ അതിനൊന്ന് ഓടിക്കാൻ വേണ്ടി അയ്യോ അത് അങ്കിളെ ഇതുവഴി വന്നിട്ട് അങ്കിൾക്ക് അതുവഴി അങ്ങ് പോവാലോ നോക്കിട്ട് പോയാ അതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താ പോരെ അങ്ങളെ ഹലോ ഹലോ കട്ട് ചെയ്തിട്ട് പോയാ എന്താ എന്താ പറഞ്ഞേ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞപ്പോഴേ അങ്ങളുടെ പെട്ടെന്ന് തിരുവല്ല പോണെന്ന് അവിടെ കാറ് വെയിറ്റ് ചെയ്യണമെന്ന് ഓ നൈസിന് എസ്കേപ്പ് അടിച്ചായിരിക്കും നല്ല ചിക്കൻ കറിയും കപ്പയും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓടി ഇങ്ങനെ എത്തിയാണ് അത് തന്നെ വല്ല മാറ്റി പറഞ്ഞാ മതിയായിരുന്നു அம்மா நம்ம பிரார்த்தனை செஞ்சா பாம்பு போகுமா വന്നിരിക്കുന്ന പാമ്പേ വിശ്വാസിയാണെങ്കിൽ ഓടിപ്പോവും നിരീശ്വരവാദിയാണെങ്കിൽ പോവത്തില്ല அம்மா நம்ம அதை எப்படி கண்டுபிடிக்கலாமா പോയി നോക്ക് പാമ്പിനെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടോന്ന് கொஞ்சம் போய் பார்த்து சொல்றியா எனக்கு பயமா இருக்கு അവിടെ നിന്നേ അതെ ഇനി സംസാരിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല വാ വാ അമ്മൂമ്മ ஐயோ ആ ബെസ്റ്റ് അമ്മൂമ്മ വല്ല വെളുത്തുള്ളിയെ മണ്ണെണ്ണ എടുക്കാൻ പോയതായിരിക്കും എന്നാൽ എന്റെ റൂമിൽ ഇങ്ങനെ കേറിയെന്നാണ് അവിടെ അലങ്കോലമായിട്ട് കിടക്കുമല്ലേ അവിടെ എങ്ങനെയെങ്കിലും കേറി കാണും ആന്റി വലിയ പാമ്പാണ് പത്തിയൊക്കെ വിടർത്തിയാ அப்படி கேட்டா பத்தி எல்லாம் விடறதுல ചില പാമ്പുകൾ പത്തിയൊന്നും വിടർത്തൂല എന്തിനാ വടി
ഒരു സ്വയരക്ഷയ്ക്ക് ഇരിക്കട്ടെ നബടി. ഞാൻ കണ്ട നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി, അങ്ങോട്ടൊന്നും വന്നു പോയേക്കരുത്. പിള്ളേരെ ബാ, എല്ലാരും ബാ. അമ്മുമ്മേ, അമ്മുമ്മ ഈ പാമ്പിനെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? അതിനെ പറഞ്ഞു വിട്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, നേരെ ചെന്ന് പാമ്പിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇറക്കി വിട്. താങ്കളുടെ ഡയലോഗ് അടിക്കരുത് കേട്ടാ. പാമ്പിന് കയറി കിടക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് കഥ പറയണം. അതെ, നിങ്ങളിവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കാതെ അങ്ങോട്ട് വന്നേ. അമ്മുമ്മ, കാര്യം പറഞ്ഞാൽ പാമ്പ് ഒരു ക്ഷുദ്രജീവി ആണെങ്കിലും നമ്മൾ തല്ലി കൊല്ലാൻ പാടില്ല, അത് നിയമവിരുദ്ധ. പിന്നെ പരിസ്ഥിതി ഭാഷയിൽ പറഞ്ഞ പാമ്പ് ഒരു ഉപകാരിയല്ല അമ്മുമ്മ. എന്റെ കൊച്ചെ, നാട്ടിലൊക്കെ എന്തോരോ ആൾക്കാരെ പാമ്പ് കുത്തി മരിക്കുന്നത്. ഇതേ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്നറിയണം. അമ്മൂമ്മ ഈ കാണിക്കുന്ന മൊത്തം ഷോയ. ഇവിടെ ആർക്കും നേരെ ഒരു കൊതുകിനെ പോലും കൊല്ലാൻ അറിയത്തില്ല, പിന്നെ ആ പാമ്പിനെ. ഒരു പാമ്പിനെ കണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ പരിഭ്രാന്തരാവേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഹെഡ്ലൈൻ നമ്പർ വഴിയോ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് ഫോറസ്റ്റുകാർ പറയണത്. അപ്പൊ അവര് ലൈസൻസ്ഡ് ആയിട്ടുള്ള പാമ്പ് പിടുത്തക്കാരെ ഇങ്ങോട്ടേക്ക് അയക്കും. അല്ലാതെ നമ്മൾ അടിച്ചു കൊല്ലാനൊന്നും പാടില്ല. അല്ല, നമ്മൾ അടിച്ചു കൊള്ളാനൊന്നും അല്ലല്ലോ, ഒരു ധൈര്യത്തിന് വേണ്ടി കൈ വെച്ചേക്കുന്നുള്ളതല്ലേ ഉള്ളൂ. ആന്റി ശരിക്കും പാമ്പിനെ കണ്ടായിരുന്നോ? அப்படி கேட்டா ஏதோ ஒண்ணு இப்படி இப்படி போற மாதிரி எனக்கு തോന്നിച്ചു. കണ്ട, ആന്റിക്ക് ഒരു ഉറപ്പില്ല. നമുക്ക് ഉറപ്പിച്ചിട്ട് പോരാ അവരെ വിളിക്കുന്നത്. அப்படின்னா நம்ம ஒண்ணு செய்யலாமா? கௌரி, லட்சு, அம்மா, நம்ம போய் அங்க போய் பார்க்கலாம் பாம்பு இருக்கா இல்லையான்னு. அப்ப நம்மளுக்கு உറപ്പാகும்ல. இந்த குச்சியை வச்சு அந்த ட்ரெஸ் பேக் எல்லாம் நீக்கினா பாம்பு இருந்ததுன்னா நம்மளுக்கு தெரியும்ல. അമ്മ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. എന്നിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റുകാരെ വിളിച്ച് പറയാം. ആ, അങ്ങനെയാണെങ്കിൽ അമ്മായി ആന്റി അമ്മൂമ്മയും കൂടെ പോയി നോക്കിയിട്ട് വാ. മാഡം അങ്ങോട്ട് വരാൻ നോക്ക്. അല്ല, പിള്ളേര് ഇവിടെ നിക്കുവല്ലേ അമ്മായി, അപ്പൊ അവരുടെ സേഫ്റ്റിക്ക്. പിള്ളേർ ഇവിടെ നിക്കട്ടെ, നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. നടക്ക് അമ്മൂമ്മേനെ മൂത്തത് നടക്ക്, പോ നടക്കമ്മ. ഞാൻ നിന്നില്ലെങ്കിൽ നീ വരൂല. ഞാൻ വരും, നീ വരൂല. ചെല്ല്, നടക്ക് പോ. ഇങ്ങോട്ട് പോ നോക്ക്. അമ്മ 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 വേണം പോയി നോക്ക്. അമ്മ നോക്ക. അപകടം പിടിച്ച എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം അമ്മ പോയി നോക്ക്. അങ്ങനെയല്ല അമ്മ, അമ്മ പല അപകടങ്ങളും തരണം ചെയ്ത ആളല്ലേ? അതെ, തരണം ചെയ്ത. എന്നെ പണ്ടേ പാമ്പ് കടിച്ചിട്ടുണ്ട്. ആണോ? ആണോ? ഒന്ന് ചുമ്മാ ഇരിക്കുക. അവര് ചുമ്മാ അങ്ങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തള്ളി തള്ളി അങ്ങ് ചെത്തക്കൊമ്പേ കയറ്റും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞങ്ങൾ പോയി നോക്കാം. കല്ലോ അതൊന്നും വേണ്ട, നമ്മള് കുഞ്ഞു കുട്ടികളാണ്, അതുകൊണ്ട് വേണ്ട. വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് വരുന്നുണ്ടോ എല്ലാരും? ആ, നടക്ക്, ഇങ്ങോട്ട് നടക്ക്. ഓ അല്ല, സോറി. അമ്മൂമ്മ ശരിക്കും പാമ്പിനെ കണ്ട? ഞാനിങ്ങനെ തട്ടിയപ്പോഴേ ലച്ചു, ഫോറസ്റ്റുകാരെ വിളി. നമ്മള് തപ്പിയെടുക്കണമല്ലോ. കൊച്ചത്തെ അതിനവിടെ ഇട്ടിട്ട് വന്നാ? ഇതാ രാജവമ്പാല. കട്ടിലിന്റെ അടി ഇതാ ഉണ്ടായിരുന്നെ. കനകാന്റി ഇത് കണ്ടാ പേടിച്ചേ. നോക്കട്ടെ. ഇത് കണ്ട ആരായാലും പാമ്പാന്ന് വിചാരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം റോട്ടിൽ നിർത്തോണ്ടാകുന്ന സാധനമാ. കാറിന്റെ ഡോറല്ലേ, അതിനകത്തുള്ള എന്തോ ഒരു സാധനം. ഇപ്പൊ ഫോറസ്റ്റുകാരെ വിളിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ചമ്മിപ്പോയേനെ. അവർക്കൊരു പാഴ്ചെലവ് ആയേനെ. ആന്റി എന്താ പറഞ്ഞേ? 10 അടി നീളമുള്ള രാജവമ്പാല അല്ലേ? 12 അടി. 12 അടി.
ഇതാ പറയുന്നത്, ഊഹിച്ചൊന്നും പറയരുതെന്ന്. ഇതാരെ പറയണേ നോക്കിയേ. രണ്ടാമത് കണ്ടു മേടിച്ചത് ആരാ? അമ്മൂമ്മയല്ലേ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, നല്ല വേനലാണ്, തണുപ്പ് പറ്റി ഇഴജന്തുക്കൾ വീടിനകത്ത് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീടും പരിസരമൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കണം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാലേ ഒരു പരിധി വരെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാം.